Possibilities of setting up Infinity centers in the US, Europe, and Australia in addition to the center in Dubai. Based on the experiences of these centers, the decision will be taken to roll out in other parts of the world in the coming years. The Infinity Center will provide working space at subsidized rates for the Kerala and act as a launchpad wherein the registration, plug and play, incubation support, market accessibility, product development, and complete connect to the ecosystem will be facilitated. I thank you all for participating in the event today and request your support in making this a successful project. Thank you. Thank you, Dr. Kelkar. ചിന്തപരമായി ഉയർന്ന നിലയിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് സൗഹാർദ്ദപരമായ പ്രവാസികളെ കൈകോർത്ത് പിടിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിലേക്കും ഒപ്പം പ്രവാസികളുടെ സ്വന്തം നിലയിലുള്ള വളർച്ചയിലേക്കും നയിക്കാൻ ഏറ്റവും ശക്തമായി ഇടപെടുന്ന നമ്മുടെ മുഖ്യമന്ത്രി. പ്രവാസികളുടെ മൗലിക പ്രശ്നങ്ങൾക്ക് പലതിനും ഇപ്പോൾ ലഭ്യമാകുന്ന പരിഗണനയ്ക്ക് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയും ഉറച്ച നിലപാടുകളുമാണ്. പ്രവാസി വിഷയങ്ങളിൽ എല്ലാ കാലത്തും മുന്തിയ ശ്രദ്ധയും പരിഗണനയും നൽകിയിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ സംസ്ഥാനം IT രംഗത്ത് നേരത്തെ തന്നെ ചുവടുവെച്ചൊരു സംസ്ഥാനമാണ്. കാരണം ഇന്ത്യയിൽ ആദ്യത്തെ ടെക്നോ പാർക്ക് കേരളത്തിലായിരുന്നു സ്ഥാപിതമായത്. ആദരണീയനായ EK നായനാർ നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു ആ സംരംഭം. അതിനുശേഷമാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും IT മേഖലയിൽ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ IT രംഗമെടുത്താൽ നേരത്തെ നാം തുടങ്ങിയെങ്കിലും അതേ വേഗതയിൽ പിന്നീട് മുന്നോട്ട് പോയില്ല എന്നത് കാണാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മുടേതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് ഏതായാലും നാം യഥാർത്ഥ നില തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സാധ്യതകളെ പൂർണ്ണമായി വിനിയോഗിക്കാനുള്ള ശ്രമമാണ് 2000 നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേരളത്തിലെ IT രംഗത്തെ പ്രധാനികളുടെ സഹായവും പിന്തുണയും വലിയ തോതിൽ നമുക്ക് ലഭിച്ചിരുന്നു. അതിലൊരാൾ ഇന്ന് നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. മറ്റുള്ളവർ ഇപ്പോൾ ഈ വേദിയിലുണ്ടെന്ന് പറയാനാവില്ല, പക്ഷേ അവരുടെ പിന്തുണ ഇപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു സ്ഥാപനം തുടങ്ങുന്ന ഘട്ടത്തിൽ ആ സ്ഥാപനം കേരളത്തിൽ തന്നെ ആവണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ സ്ഥാപനം ഇന്ന് ലോകം അംഗീകരിക്കുന്ന വലിയൊരു സ്ഥാപനമായി വളർന്നിരിക്കുന്നുവെന്നത് അറിയാവുന്നതാണ്. കേരളത്തിലെ IT മേഖല കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നാം നടത്തിയപ്പോൾ അതിനനുകൂലമായ വലിയ പ്രതികരണങ്ങൾ
ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ പ്രധാനമായ ചില IT സ്ഥാപനങ്ങളിൽ, അതിലെ സുപ്രധാന സ്ഥാനങ്ങളിൽ മലയാളികളിരിക്കുന്നുണ്ട്. അത്തരം ആളുകളുമായി കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവരുടെ സാന്നിധ്യം കേരളത്തിലില്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനും IT മേഖലയുടെ അംബാസഡർമാരായി കേരളത്തിലെ IT പ്രമുഖരെ നാം ഉപയോഗിക്കുകയുണ്ടായി. അതിനും അതിൻ്റേതായ ഫലമുണ്ടായി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. എന്നാൽ നാം ഇപ്പോഴും പൂർണ്ണ തൃപ്തി അടയാവുന്ന അവസ്ഥയിലേക്കായിട്ടില്ല. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇതിൽ IT രംഗത്തെ വളർച്ചയ്ക്ക് വേണ്ടി സർക്കാർ എന്ന നിലക്ക് ചെയ്യുന്നത് ആദ്യം ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന IT പാർക്കുകൾക്ക് പുറമേ 2 IT പാർക്കുകൾ കൂടി തുടങ്ങുന്നതിന് നാം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു IT ഇടനാഴി, IT കോറിഡോർ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം വരെയും എറണാകുളത്ത് ആലപ്പുഴ എറണാകുളവും എറണാകുളം കൊരട്ടിയും കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കും ഇപ്പോൾ പ്രധാന IT പാർക്കുകളുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഇടനാഴികൾ ആരംഭിക്കുക എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അതിനാവശ്യമായ സ്ഥലമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം പുതിയ IT സ്ഥാപനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥല സൗകര്യം, കെട്ടിട സൗകര്യം ഒരുക്കുന്നതിനും നടപടികളെടുത്തു വരികയാണ്. ലോകത്താകെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയുക കേരളത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ച് IT മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ നാം IT രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് വന്നതോടുകൂടി ഈ മേഖലയിൽ മാത്രമല്ല നമ്മുടെ യുവജനങ്ങളിലാകെ ഒരു വലിയ മാറ്റം സൃഷ്ടിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പുകൾ വന്നപ്പോഴുള്ള പ്രത്യേകത നമ്മുടെ തൊഴിൽ തേടുന്ന സാഹചര്യത്തിൽ മാറ്റം വന്നു എന്നതാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു തൊഴിൽ എന്നതാണ് പൊതുവേ നമ്മുടെ ചെറുപ്പക്കാർ നേരത്തെ ആലോചിക്കാറുള്ളത്. തൊഴിൽ തേടി എത്തിയവരാണ് ഇവിടെയുള്ളവരെല്ലാം എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. ആ ഒരു സംസ്കാരത്തിനാണ് സ്റ്റാർട്ടപ്പുകൾ വന്നതോടുകൂടി മാറ്റം വന്നിട്ടുള്ളത്. അതായത് തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ ദാതാക്കളാവുക. ഇത് വിപ്ലവകരമായ മാറ്റം പുതിയ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ മാറ്റം
എങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മുടെ യുവജനങ്ങളിൽ കൂടുതൽ ഗുണകരമായ വിധത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നതാണ് നാം കേരളത്തിൽ പരിശോധിച്ചു വന്നത്. അതിന് വലിയ തോതിലുള്ള ഇടപെടൽ നമ്മുടെ IT വകുപ്പിന് കേരളത്തിൽ നടത്താൻ കഴിഞ്ഞു എന്നത് തിരിഞ്ഞു നോക്കിയാൽ സംതൃപ്തിയോടെ കാണാൻ നമുക്ക് സാധിക്കും. വിവിധ തരത്തിലുള്ള ഇടപെടലുകൾ അതിനായി നാം നടത്തിയിരുന്നു. ആ മാറ്റം എല്ലാ മേഖലകളിലും കാണാൻ നമുക്ക് കഴിയും. നമ്മുടെ യുവാക്കൾ തൊഴിൽ തേടുന്നതിന് പകരം തൊഴിൽ സംരംഭകരായി മാറുക, തൊഴിൽ ദാതാക്കളായി മാറുക, ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾ അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള അന്താരാഷ്ട്ര ഫണ്ട് തന്നെ ആകർഷിക്കാൻ ചില സ്റ്റാർട്ടപ്പുകൾക്ക് കഴിഞ്ഞു എന്നതും വസ്തുതയാണ്. വലിയ അംഗീകാരം ചില സ്റ്റാർട്ടപ്പുകൾ നേടുകയും ചെയ്തു വിവിധ മേഖലകളിൽ. ഇത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെ ഒരു പ്രത്യേക മാനത്തിലേക്കാണ് ഉയർത്തിയത്. ആ മാനം രാജ്യത്തിലെ ഒന്നാമത്, ഏഷ്യയിലെ ഒന്നാമത് എന്ന നിലയിൽ കേരളത്തെ ഉയർത്തുന്ന നിലയിലാണ്. ഇപ്പോൾ അവിടുന്ന് ഒന്നുകൂടി മുന്നോട്ട് കുതിക്കുക എന്നതാണ് സ്റ്റാർട്ടപ്പ് മിഷൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ലോകത്തെ ആകെ ഇതുമായി ബന്ധിപ്പിക്കുകയാണ്. ലോകത്തെ ആകെ ബന്ധിപ്പിക്കുമ്പോൾ ലോകമാകെ എത്തിപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം എന്ന് ആദ്യമേ കണക്കാക്കി. അതാണ് ദുബായിൽ നിന്ന് ഇതിന് തുടക്കം കുറിക്കാൻ ഇടയായത്. മറ്റ് സ്ഥലങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നത് ഇത്തവണ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയതാണ്. അത് കൃത്യമായി നടപ്പാക്കാൻ ഇതോടെ നമുക്ക് കഴിയുകയാണ്. ഇവിടെ കേരളത്തിലായാലും വിദേശത്തായാലും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒട്ടേറെ പ്രവാസി സഹോദരങ്ങളുണ്ട്. ഇപ്പം നാട്ടിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ച് നേരത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായല്ലോ. 1,40,000-ഓളം പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞത്. ആ പുതിയ സംരംഭങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ഏറിയ കൂറും അല്ലെങ്കിൽ വലിയ തോതിൽ ഉള്ള നമ്പർ നമ്മുടെ സഹോദരിമാർ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറായി മുന്നോട്ട് വന്നു എന്നതാണ്. അപ്പോൾ ഒരു പുതിയ ഇടപെടൽ എല്ലാ മേഖലയിലും വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും സ്റ്റാർട്ടപ്പ് രംഗത്തും നല്ല നിലയിൽ നമ്മുടെ യുവതികൾക്ക് ഇടപെടാൻ കഴിയുമെന്നതാണ് ഉള്ള അനുഭവം. ഇവിടെ ഇത്തരത്തിൽ നിലവിൽ 4,400-ൽ പരം സ്റ്റാർട്ടപ്പുകൾ 10 ലക്ഷം
ചതുരശ്ര അടിയോളം വരുന്ന ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ, 63-ലധികം ഇൻക്യുബേറ്ററുകൾ, 425 മിനി ഇൻക്യുബേറ്ററുകൾ എല്ലാം ഇതിൻ്റെ ഭാഗമായി നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ ഒരു 20,000 തൊഴിലവസരങ്ങളെങ്കിലും ഈ രംഗത്ത് കൂടുതലായി സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നാം കാണേണ്ടത് ഒരു സ്റ്റാർട്ടപ്പ് വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നവസാങ്കേതിക വിദ്യയിൽ ഊന്നിക്കൊണ്ട് പുതുമയാർന്ന സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പ്രശ്നങ്ങൾ, അതിന് വളരെ മികവാർന്ന കാര്യക്ഷമമായ പരിഹാരങ്ങൾ എന്ന നിലക്കാണ് 4300ഓളം സംരംഭങ്ങൾ ഈ ഘട്ടത്തിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലൂടെയാണ് 43,000-ലധികം പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ നമുക്ക് ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന നിക്ഷേപത്തിൻ്റെ ഒരു കണക്കെടുത്താൽ 4,500 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങൾ ഇതിനകം കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. 2021 വരെ ഡെക്കേഡ് ഓഫ് ഇന്നൊവേഷൻ എന്ന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കേരളം നല്ല രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട്. ഇവിടെ താങ്ങാവുന്ന വേതനത്തിൽ ഏറ്റവും മികച്ച പ്രതിഭകളെ ലഭിക്കുന്ന ഒരു നാട്, അത്തരമൊരു സ്റ്റാർട്ടപ്പ് വിഭാഗം, അതിലാണ് ഏഷ്യയിൽ 1ാം സ്ഥാനം. എഫോർഡബിൾ ടാലൻറ്റ്, ഇതിൽ ഏഷ്യയിൽ 1ാം സ്ഥാനം നമ്മുടെ നാടിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഏഷ്യയിൽ 1ാം സ്ഥാനമാണെങ്കിൽ ആഗോളതലത്തിൽ നമ്മുടെ നാടിന് 4ാം സ്ഥാനം നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് ജിനോം, ഗ്ലോബൽ എൻ്റർപ്രണർഷിപ്പ് നെറ്റ്വർക്ക് ഇവ സംയുക്തമായി തയ്യാറാക്കുന്ന ആഗോള സ്റ്റാർട്ടപ്പ് അന്തരീക്ഷ റിപ്പോർട്ടുണ്ട്, GSCR. അതിലാണ് കേരളത്തിൻ്റെ ഈ മിന്നുന്ന നേട്ടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. 280 സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ 30 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളെ വിലയിരുത്തി തയ്യാറാക്കുന്ന റിപ്പോർട്ടാണിത്. 2020 ഏഷ്യയിൽ 5ാമതും ലോക റാങ്കിങ്ങിൽ ആദ്യ 20-ലുമായിരുന്ന സ്ഥാനമാണ് കേരളം ഇപ്പോൾ മെച്ചപ്പെടുത്തി ഏഷ്യയിൽ 1ാം സ്ഥാനവും ആഗോളതലത്തിൽ 4ാം സ്ഥാനവും നേടിയിട്ടുള്ളത് എന്നതും നാം കാണേണ്ടതാണ്. KSUM നടത്തുന്ന ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഈ നേട്ടം. കേരളത്തിലുള്ളവർക്ക് ആഗോളതലത്തിൽ മികച്ച അവസരം ലഭിക്കാനും നമ്മുടെ സ്റ്റാർട്ടപ്പുകളിൽ കൂടുതൽ വിദേശ നിക്ഷേപം എത്തുന്നതിനും ഇത് വലിയ സഹായകമാകും. ഏറ്റവും അധികം ലഭിച്ച വെഞ്ചർ നിക്ഷേപ വിഭാഗത്തിൽ 3ാം സ്ഥാനവും കേരളത്തിനുണ്ട്. നിക്ഷേപ സമാഹരണം, മികവ്, പ്രതിഭ, പരിചയസമ്പന്നത ഇവയിൽ ആദ്യ 30 സ്ഥാനങ്ങളിൽ കേരളം ഇടം പിടിച്ചിട്ടുണ്ട്.
കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നൂതന ആശയങ്ങളുമായി സംരംഭകർ മുന്നോട്ട് വരികയാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ ഓരോരുത്തരായി ഞാനുമായിട്ട് പരിചയപ്പെടുമ്പോൾ അതിലൊരാൾ വന്ന് പറഞ്ഞു, റോബോട്ടിക്സ് രംഗത്താണ് പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോൾ നല്ല സ്ഥാപനമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തയാളും പറയുന്നത് അത് തന്നെയാണ്, റോബോട്ടിക്സ് രംഗത്താണ്. അപ്പോൾ ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ ഇടപെട്ടു പോകുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. നൂതന ആശയങ്ങൾ നല്ല രീതിയിൽ ഇവിടെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നുവെന്നതാണ് ഈ സ്റ്റാർട്ടപ്പ് രംഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ എഴുതുന്ന പരീക്ഷണങ്ങളിലൂടെ ഭാവിയിൽ പരിഹാരങ്ങൾ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ മാൻഹോളിൽ ഇറങ്ങി മനുഷ്യൻ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലാണ് നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ 4-5 പേര് കൂടി അതിന് പരിഹാരമായിട്ട് ഒരു മെഷീൻ, ഒരു സ്റ്റാർട്ടപ്പ് സംഘടിപ്പിച്ചത്. അത് ലോകത്തിൻ്റെ തന്നെ അംഗീകാരം നേടുന്ന തരത്തിലാണ് പിന്നീട് വളർന്നു വന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ ആശയം, അതിൻ്റെ ഭാഗമായി പുതിയ പ്രവർത്തന രൂപങ്ങൾ ആവിഷ്കരിക്കാൻ സ്റ്റാർട്ടപ്പുകളിലൂടെ കഴിയുകയാണ്. ഇവിടെ ആശയങ്ങൾ ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമാക്കി രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ യുവാക്കൾ സ്റ്റാർട്ടപ്പുകളിലൂടെ ശ്രദ്ധേയരാവുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഊർജ്ജസ്വലമായ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം പ്രാഥമിക ലക്ഷ്യം നേടി വലിയ കുതിപ്പിൻ്റേതായ ഘട്ടത്തിലെത്തി ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി നാം ഒന്ന് കുതിച്ചാൽ കൂടുതൽ വേഗതയിൽ നമുക്ക് മുന്നേറാനാകും. മറ്റ് ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഞാൻ എടുത്തു പറയുന്നില്ല. നാം കേരളം 1-ാം സ്ഥാനത്തെത്തുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. അത് അസാധ്യമായൊരു കാര്യമല്ല. കേരളത്തിൻ്റെ പൊതു സാഹചര്യം വെച്ചാൽ, നമ്മുടെ പ്രതിഭയുടെ നില വെച്ചാൽ പ്രതിഭാധനരായ ധാരാളം ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. നമ്മുടെ ചെറുപ്പക്കാർ വലിയ പ്രതിഭാധനരാണ്. അവരെല്ലാം ഉപയോഗിച്ചാൽ കൂടുതൽ മികവിലേക്ക്, അതും രാജ്യത്തെ 1-ാം സ്ഥാനത്തിലേക്ക് കുതിക്കാൻ നമുക്ക് കഴിയും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അതോടെ വലിയ കമ്പനികൾ മുതൽ മുടക്കാൻ ക്യൂ നിൽക്കുന്ന അവസ്ഥ വരും. അത് ഞാൻ പറയുന്നത്, നമുക്ക് സ്ഥലം കുറവാണല്ലോ, അപ്പോൾ വേഗം ഇഷ്ടം പോലെ തുടങ്ങാൻ പറ്റാത്ത നിലയുണ്ടാകും. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാൻ നമുക്ക് കഴിയും. ബ്രിഡ്ജ് ഫണ്ടിങ്ങിനുള്ള സാധ്യത വലിയ തോതിലുണ്ടാകും. സോഫ്റ്റ്വെയർ, IT ഇവയ്ക്കെല്ലാം പുറമെ കൃഷിയും കലയുമടക്കം എല്ലാ മേഖലയിലും സ്റ്റാർട്ടപ്പിൻ്റെ സാധ്യത കേരളം ഉയർത്തുകയാണ്. കേവലം ഈ രംഗത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല സ്റ്റാർട്ടപ്പ്. സംരംഭകത്വത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഇൻക്യുബേഷൻ കേന്ദ്രങ്ങളും തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടം തൊട്ടേ ഈ ഒരു ത്വര അവരിൽ ഉയരണമെന്നാണ് കാണുന്നത്. വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായം, സ്റ്റാർട്ടപ്പുകൾ ഇവയെല്ലാം സംയോജിപ്പിക്കുന്ന സുസ്ഥിര സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയാണ് അടുത്ത ലക്ഷ്യം. ഇനിയുള്ളത് നിങ്ങളിലൂടെ UAE മലയാളികളോടാകെയുള്ള അഭ്യർത്ഥനയാണ്. ആദരണീയനായ അംബാസഡർ ഒരു കാര്യം പറയുകയുണ്ടായി. UAE മഹാനായ റൂളർ കേരളത്തെ ഒരു കാര്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാണ് ഇന്ന് ഞങ്ങളെ വിളിച്ച് ചർച്ച ചെയ്ത കാര്യം. അവിടെ മാരത്തോൺ സംഘടിപ്പിക്കാമെന്ന്. അതിനിടയാക്കിയത് നിങ്ങളാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന നിങ്ങളിലൂടെ കേരളത്തിന് ഈ രാജ്യത്തിൻ്റെ മനസ്സിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞിരിക്കുന്നു.
അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നാം അത് വിജയിപ്പിക്കാൻ വേണ്ടിയാണ് രംഗത്തിറങ്ങേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡയറിയിൽ ആ മാരത്തോൺ ദിവസം വരും, ആ ദിവസം കേരളത്തിലുണ്ടാകത്തക്ക രീതിയിൽ കുറിച്ച് വെച്ചോളണം. എല്ലാവരും അവിടെ എത്തുക, നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ പങ്കാളികളാവുക, നമുക്കതൊരു വലിയ സംഭവമാക്കി മാറ്റുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. നന്ദി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി ദുബായിയുടെ വീഡിയോ ലോഞ്ച് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു വീഡിയോ ക്ലിക്കിലൂടെ നിർവഹിക്കുന്നതാണ്. I would like to request our Honorable Chief Minister Shri Pinarayi Vijayan to officially launch the Dubai Startup Infinity by clicking the video. The launchpad video will be... With over 32 million NRIs, Kerala boasts to be the world's largest migrant population. They play a significant role in India's economic development by bringing in an annual remittance of $78 billion. By leveraging the expertise and resources of NRIs, Kerala Startup Mission aims to unlock new opportunities for growth. To facilitate this, the Kerala government is introducing Startup Infinity Centers across the globe. Startup Infinity Centers are launchpads for Kerala-based startups, enabling them to explore foreign markets. A space where startup founders from Kerala and the NRI community come together, create NRI new angel networks, increase fund investments, fast-track company registration, avail plug-and-play facilities, incubation support, investor networking, and other business events. Together, let us work for a more prosperous future for our state. Visit us on startupinfinity.startupmission for more details. Now, moving on to the partner agreement exchange, I would like to invite Shri Anup Ampiga, CEO, Kerala Startup Mission, and Shri C.B. Sudhakaran, Founder and CEO, Startup Middle East. I humbly invite our Honorable Chief Minister to join them. Shri Anup Ampiga will be handing over the partner agreement to Shri C.B. Sudhakaran in the valuable presence of our Honorable Chief Minister. പാർട്ട്ണർ എഗ്രിമെന്റ് കൈമാറുന്ന ചടങ്ങാണ് അടുത്തത്. Thank you, Shri Anup Ampiga, Shri C.B. Sudhakaran. ആശംസാ പ്രസംഗത്തിനായി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പത്മശ്രീ M.A. യൂസഫ് അലിയെ ക്ഷണിക്കുന്നു. In the name of God, the most merciful, the most beneficent, Honorable Chief Minister, members of the delegation, including Chief Secretary, Excellency Ambassador, Dr. Azad Moopan, all my friends, brothers and sisters. People of Kerala and our culture have traveled beyond borders to every corner of the world. Wherever Keralaites went, they have earned appreciation from the leaders for their honesty, knowledge, hard work, peaceful lifestyle, and their contribution to the growth and development of the countries in which they live. Wherever they are, whether in Buckingham Palace or in the White House or in Arab courts or any other jobs,
NRKs have in one way or other always contributed to the development of Kerala. We always think about state and we carry the memory of our state with us wherever we go. The development, progress and prosperity of our state are always in our minds. Today, Kerala, under the dynamic leadership of Honorable Chief Minister, is ranked among the top investor-friendly states in India. Many previous restrictions and regulations in industrial policies have been removed, and state is known for its ease of doing business. I have no doubt that this initiative will succeed in creating NRI funding networks to support Kerala's startup ecosystem and to increase funding and investments into IT projects of the state. Many people have told me that Kerala is soon going to be an old people home as our young, energetic, enterprising boys and girls are going abroad to settle. This support to the startups for our future generation. I take this opportunity to greatly appreciate the vision and farsightedness of Honorable Chief Minister and Government of Kerala. I want to mention we have got now 2 buildings, Lulu Cyber Tower 1 and 2. 16,000 people can accommodate. Now 2 big buildings, the tallest building in Kerala, is coming up and going to be inaugurated in September. We can accommodate 40,000 people. So total about 70,000 people, startups can start in cyber towers. We will support you and I hope that Kerala will flourish. Thank you very much, Honorable Chief Minister, and thank you very much. Thank you, Sri M.A. Yusuf Ali. I would like to invite Padma Shri Dr. Azad Moopan, Director, Norca Roots, Chairman and Managing Director, Aster DM Healthcare, for the felicitation speech. Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, His Excellency Shri Sanjay Sudhir, Ambassador of India, Chief Secretary of Kerala, Shri VP Joy, other members on the dais, including our own Kerala's unofficial ambassador, Shri M.A. Yusuf Ali Sahib, my dear friends who are in the crowd. This is a very, very happy occasion for all of us. First of all, let me thank Honorable Chief Minister for allowing Dubai, UAE to have this privilege of having the first Startup Infinity Center of Kerala. There is no better place to start this. As has been mentioned, Kerala is the state in India which is first in everything. When you look at India, even though we are so small, we are the top in everything that you can count. And when you look at Dubai and UAE, even though it's very small in the world, it's actually at the top of the world, in the minds of the world, thanks to the visionary rulers of this country. So this combination of Dubai and Kerala coming together, there can't be a better place for anything to start. And I'm so happy that this has been so well conceived and brought here. And I'm sure that's going to be a great success. I just want to tell that a lot of things have been mentioned here about startups. I want to just tell that the future is going to be in a different way. It's not what we are seeing today. The jobs which are there will not be there tomorrow. You will see an entirely different world in the next 10 years. Doctors may not have job, engineers may not have job, and accountants may not have job. It will be all artificial intelligence, machine learning, robotics, and all those areas which will be there. So we have to prepare our new generation for that. And that should come from the younger generation. And that's what startups are.
If you look back just 30 years back, what was there? What was Google? What was Microsoft? What was Amazon? This all started in small garages and then became the world's largest companies, and not only unicorns, multi-unicorns. And I'm sure that in the next 10 years, out of this 4,000 who started, 15,000 who are going to start, and many more which are going to start from Kerala, for which UAE and Dubai will be given the financial support, will become unicorn and make us proud. May God bless. Jai Hind. നന്ദി ഡോക്ടർ ആസാദ് മൂപ്പൻ. ആശംസാ പ്രസംഗത്തിനായി IBS എക്സിക്യൂട്ടീവ് ചെയർമാൻ ശ്രീ BK മാത്യൂസിനെ ക്ഷണിക്കുന്നു. God. Is that okay? Good evening, ladies and gentlemen. Our Chief Minister, Sri Pranay Vijayan, His Excellency Sanjay Sudhir, Indian Ambassador, Mr. Yusuf Ali, our Chief Secretary, Dr. VP Joy, MA Yusuf Ali, Dr. Azad Moopan, Mr. Ramakrishnan, and Ratan Kelkar, Mustafa, friends, ladies and gentlemen. I know we are all eagerly waiting to see the function now over, because most of the formalities are over, but I still should say that it's a great pleasure and privilege for me to participate in this function, because as the name suggests, there's a startup infinity. It's an initiative that can have infinite opportunities for the aspiring entrepreneurs and also the startups. These are exciting times. If I were to be saying this in Europe or other places, nobody would agree, but when I am saying that from UAE, and when I am saying that on behalf of India and Kerala, I think that's a valid statement. I'll tell you why. 4 reasons I'll quote. Number one, ladies and gentlemen, we live in a digital economy. And the size of this economy is $20 trillion, which is 20% of the global GDP. I serve as a company, as CM said, travel industry, which dates back to the beginning of humanity, but it's only 10% of the GDP. Digital economy did not exist until 2007. It did not actually, United Nations did not even produce a report until 2015. But it is now 20% of the world's GDP, and if you take the world's largest 8 companies, 7 of them are digital companies, and they use platform-based business models. And this is evolving at breakneck speed. And it creates a lot of wealth, massive amount of wealth in rapid times. And unfortunately or fortunately, in the hands of few countries, few companies, and even fewer people. This is the economy in which we are actually living. And that is growing. And it is, when I say growing at breakneck speed, if I take 25 years, when I started IBS in India, the internet traffic, if I take that as a measure, whatever that was existing then, it is 250 million times more now, times. That is the kind of evolution that, and it has also created a very powerful data value chain, which big companies are driving, specializing to collect, process, and analyze massive amount of digital data, which we can monetize by commercial use. And that's on the one side. On the second side, standing here representing India, Indian IT industry, we are $250 billion as of this March 2023, which is 50% of our exports, and a share below 7%, 8% of our GDP. Expected to become 10% or 500 billion in 2025. Ladies and gentlemen, that is massive. And what is even more interesting is that 59% of all of the technology sourcing in the world is from India. And considerable part of that, the state of Kerala and the boys and girls from the Kerala is participating.
That's about our country. And if I take a little bit about the future of our country, if I just talk a little bit, because this is absolutely in context of what we are trying to do, and that's why I said Startup Infinity, how much of an impact can it have? Take the case of the future of India. I refer to two reports. One was produced by McKinsey, another one was produced by EY. And that report was actually presented in the last World Economic Forum. It says, by 2047, that is 25 years from now, when India is 100 years after independence, we will be $26 trillion, our economy would be. Our per capita will be 15,000 US dollars, our population increases, and we will be the fastest growing large economy in the world. And then I would like to side by side bring McKinsey, the McKinsey, when they are announcing something outside, and they've got to be careful because they are the #1 consulting company in the world, and they make a living out of these kind of forecasts. And Bob Stanfels, the CEO of McKinsey, in an interview when he came to India based on that report that they produced, he said this: it is not the decade of India, it is India's century. And he did say that because of three distinct reasons. Number one, he said by 2047, India will be the talent hub for the world. 20% of all the working talent in the world, particularly technology talent, will be in India. Number two, he said all of the geopolitical tensions that we see today, which is remapping the supply chains from China to other countries, India will be a significant benefactor. And the third, for the size, complexity, and even today, the relatively low per capita income of our country, India is highly digitized, and this is going to help us leapfrog in our development pursuits. This is about India. And if I just want to bring it to Kerala, the state of Kerala, as all of you know, as all of us very proudly say, we are in the state of Kerala with respect to within the country, when it comes to the human development indices, when it comes to the sustainable development, when it comes to poverty, when it comes to governance, and when it comes to digital readiness, Kerala is #1. And there is something which is amazingly beautiful that's actually taking place in the world, which our state should be able to take advantage of, and with the leadership of our Chief Minister, is that now the operating models of business are changing. You are not going to necessarily work from office. You can work from anywhere. And Kerala being one of the finest places to live and work from Kerala can be a big theme, and Startup Infinity and such initiatives will be able to further strengthen that. Coming back to Startup Infinity, I'll stop. There are two distinct things that I can actually say why it will become big. And one from my own personal experience. I started IBS in a very small manner from Technopark Trivandrum during the time of Sri E.K. Nayanar as Chief Minister. And I know how difficult was it for us to establish globally. Now, Startup Infinity will help our India entrepreneurs, Startup Mission, and Kerala entrepreneurs a global platform. They will be able to get exposure to global markets. They can get funding from global investors. They will be able to understand the business needs of globally. And they should be able to develop networks, and the Kerala Connect can be established, and vice versa. It's a win-win for all of the startup entrepreneurs here and in US and in Australia and all of the places. They should be able to have a seamless access to the technology talent in India, which is going to be very premium and very important. Ladies and gentlemen, when you start something, a very small company, it's on a shoestring budget, you don't have the money, and you have to grow, and I can't hire in the US and in Australia because it's very expensive. I'll be able to get immensely great talent in our state, in India. So this initiative, I did have discussion with the IT Secretary, and we will give all support to make sure that this initiative is going to actually produce desired results. I don't want to take any more time.
And I wish the initiative all success. I wish all the initiatives of the government of Kerala all success, and we be assured we will support all of you. Thank you very much. നന്ദി. ശ്രീ വി കെ മാത്യൂസ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, an idea will change life എന്ന പ്രസിദ്ധമായ ആടുണ്ട്, ഇതിനുകൊണ്ടാടുണ്ട്. ഐഡിയാസ് വിൽ ചേഞ്ച് ദ ഹോൾ വേൾഡ്. ആശയങ്ങൾ ലോകത്തെ അമ്മാനമാടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കേരളം അതിനൊപ്പം ഓടിയെത്തുകയാണ്. ഡിസ്റപ്ഷൻ എന്ന വാക്ക്, ആസ് ഫാർ ആസ് അവർ കൺവെൻഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് കൺസേൺഡ്, ഡിസ്റപ്ഷൻ ഈസ് നോട്ട് എ ഗുഡ് വേർഡ്, ഇറ്റ്സ് എ നെഗറ്റീവ്. But here we are saying, we are trying to communicate. Those who are ready to disrupt the conventional information knowledge as well as technology, you can come here, you can dream here എന്ന് പറയുകയാണ്. സാങ്കേതിക വിദ്യയുടെയും പലതരത്തിലുള്ള ജ്ഞാനങ്ങളുടെയും കൺവെൻഷനായ ചിന്തകളുടെയും തകർക്കലാണ് പുതിയ ലോകത്തെ ഏറ്റവും വലിയ പ്രവണത. പുതിയ ചെറുപ്പക്കാരുടെ സംഘങ്ങൾ പുതിയ പുതിയ ആശയങ്ങളുണ്ടാക്കി പുതിയ പുതിയ ലോകങ്ങളിലേക്ക് വളരാൻ ശ്രമിക്കുന്ന കാലം. നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷൻ യഥാർത്ഥത്തിൽ ലോകത്തെ കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമായി മാറാനുള്ള ഉദ്യമമാണത്. ആ ഉദ്യമം ദുബായ് വെച്ച് തുടങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങേയറ്റം ആഹ്ലാദത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഇതിനെ അഭിനന്ദിക്കാനും ആശംസ അറിയിക്കാനും ആഗ്രഹിക്കുന്നു. നോൺ റെസിഡൻസ് കേരളീസിൻ്റെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള മേഖലയായിട്ട് ഇത് മാറി തരട്ടെ എന്ന് സന്തോഷത്തോടുകൂടി ആശംസിക്കുന്നു. Thank you, Sri P. Sri Ramakrishnan. I would like to invite Sri O.V. Mustafa, Director, Norca Routes, to deliver the vote of thanks. Good evening, ladies and gentlemen. The duty entrusted on me is to propose a vote of thanks. Where do I begin? I'd like to take this opportunity to thank our Honorable Chief Minister on behalf of each and every one of you. I'm wondering where this gentleman gets all the energy, because he was in Cuba 2 days ago, he was in New York before that, he is here today only for one thing. He has a vision. He has a vision for a new Kerala. Sir, I thank you on behalf of all of us here for your wonderful leadership, and I would request you all to please stand up and give our Honorable Chief Minister a standing ovation. Thank you, thank you. We have His Excellency, the Ambassador of India, on behalf of the organizers and the Kerala Startup Mission. I take this opportunity to thank you. Again, we have the unofficial ambassador of our state or our country, Dr. M.A. Yusuf Ali, Padma Shri M.A. Yusuf Ali. Sir, thank you very much. We have Dr. Azad Moopen, another icon for us Keralites, not just for us Keralites, for India. Dr. Azad, thank you very much. We have our Chief Secretary, who has been, again, running, I don't know how he keeps pace with the Chief Minister or how Chief Minister keeps pace with him, but sir, thank you very much for being here with us here. We have VB Matthew, Shivaram Krishnan, IT Secretary, and of course Anup. Above all, there were a lot of people who worked
to make this small gathering together at short notice. And I want to thank each and every one of you who helped us to get this organized at short notice. I wanted to again thank specifically Mr. Anup, the CEO of the Startup Mission, for all the efforts he gave us. Last but not least, we had only very limited space. We wanted to have, because unfortunately we were earlier organizing a huge reception, and the entire Pravasi community was excited about CM coming here last month. Unfortunately, it couldn't happen. But we want you to come back, sir. We want to give you the befitting welcome that you deserve. So I had, as part of us organizers, we had difficulty whom to invite, whom not to invite. We would have upset a lot of people who wanted to be here to see him and be part of this. We apologize to each one of them for not being able to accommodate them here. And I want to thank the hotel, CB, and all the rest of you. If I've forgotten any names, please accept my apologies. I want to thank each one of you for being here, and thank you very much. Thank you, Obi Mustafa. I would like to thank each and every one of you for gracing this occasion with your valuable presence. എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. India's economic development by bringing in an annual remittance of $78 billion. By leveraging the expertise and resources of NRIs, Kerala Startup Mission aims to unlock new opportunities for growth. To facilitate this, the Kerala government is introducing Startup Infinity Centers across the globe. Startup Infinity Centers are launchpads for Kerala-based startups, enabling them to explore foreign markets. A space where startup founders from Kerala and the NRI community come together, create NRI new angel networks, increase funding and investments, fast-track company registration, avail plug-and-play facilities, incubation support, investor networking, and other business events. Together, let us work for a more prosperous future for our state. Visit us on startupinfinity.startupmission for more details. With over 32 million NRIs, Kerala boasts to be the world's high tea will largest be migrant served. population. Please proceed to the counter. Thank you. Role in India's economic development by bringing in an annual remittance of $78 billion. By leveraging the expertise and resources of NRIs, Kerala Startup Mission aims to unlock new opportunities for growth. To facilitate this, the Kerala government is introducing Startup Infinity Centers across the globe. Startup Infinity Centers are launchpads for Kerala-based startups, enabling them to explore foreign markets. A space where startup founders from Kerala and the NRI community come together, create NRI new angel networks, increase funding and investments, fast-track company registration, avail plug-and-play facilities, incubation support, investor networking, and other business events. Together, let us work for a more prosperous future for our state. Visit us on startupinfinity.startupmission for more details. With over 32 million NRIs, Kerala boasts to be the world's largest migrant population.
they play a significant role in India's economic development by bringing in an annual remittance of $78 billion. By leveraging the expertise and resources of NRIs, Kerala Startup Mission aims to unlock new opportunities for growth. To facilitate this, the Kerala government is introducing Startup Infinity Centers across the globe. Startup Infinity Centers are launchpads for Kerala-based startups, enabling them to explore foreign markets. A space where startup founders from Kerala and the NRI community come together, create NRI New Angel networks, increase funding and investments, fast-track company registration, avail plug-and-play facilities, incubation support, investor networking, and other business events. Together, let us work for a more prosperous future for our state. Visit us on Startup